ഈ ലോകത്ത് പണമില്ലാത്തവന്റെ കണ്ണുനീരിന് ഉപ്പുരസമേ ഇല്ല എന്ന് അവർ പറയും. ആദി അവനൊരു തോറ്റവനാണെന്നാണ് എല്ലാവരും കരുതിയത്. പ്രണയിച്ച പെണ്ണുപേക്ഷിച്ചു, കൂടെ നിന്നവർ കളിയാക്കി, വിധിയും അവന് വേട്ടയാടി. പക്ഷേ ആ ഒരൊറ്റ ഫോൺ കോൾ അതവന്റെ വിധി മാറ്റിയെഴുതി. ശരിക്കും ആരാണ് ആദി? ഇതൊരു സാധാരണ കഥയല്ല, ഇതാണ് സീക്രട്ട് മില്യനെയർ. തുടർച്ചയായി ഡോർബെൽ അടിക്കുന്നു. നല്ല മഴയുടെ ശബ്ദം. കസ്റ്റമർ: എടാ, മണി എത്രയായെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? 1/2 മണിക്കൂറായി ഞാൻ ഓർഡറും ചെയ്ത് കാത്തിരിക്കുന്നു. അത് കേട്ട ആദി: സോറി സർ, പുറത്ത് നല്ല മഴയാണ്, എന്റെ ബൈക്ക് വഴിയിൽ വെച്ച്. കസ്റ്റമർ: എന്റെ പട്ടി കേൾക്കും നിന്റെ എക്സ്ക്യൂസ്. കാശില്ലാത്തവൻ എന്തിനാടാ വണ്ടിയെടുത്ത് നിരത്തിലിറങ്ങുന്നത്? നിനക്കൊക്കെ വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ? ഇറങ്ങിപ്പോടാൻ നിൽക്കാതെ. അയാൾ വാതിലടച്ചു. പണമില്ലാത്തവന് എന്തു മഴ, എന്തു വിശപ്പ്. വിശപ്പും അവമാനവും സഹിച്ചുകൊണ്ട് ആദി തന്റെ പഴയ ബൈക്കിൽ അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു. അവനാകെ ഒരാശ്വാസം അവന്റെ കാമുകി നന്ദനയാണ്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. അവൾക്കായി കരുതി വെച്ചൊരു സമ്മാനവുമായി അവൻ കോഫി ഷോപ്പിലേക്ക് തിരിച്ചു. പിറ്റേന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളൊരു കോഫി ഷോപ്പിൽ ആദിയും അവന്റെ കാമുകി നന്ദനയും. നന്ദന: നീ എന്തിനാ ആദി ഇങ്ങോട്ട് വിളിച്ചത്? എനിക്ക് തിരക്കുള്ളതാ. ആദി: ഹാപ്പി ബർത്ത്ഡേ നന്ദു, ഇത് നിനക്ക് വേണ്ടിയാ, ഒരു ചെറിയ ഗിഫ്റ്റാണ്. അതിന് നന്ദന: ഇതെന്താ, വെള്ളിപ്പാദസരമോ? ആദി: നീ കാര്യങ്ങളെ ഇത്ര നിസ്സാരമായിട്ടാണോ കാണുന്നത്? എന്റെ ഫ്രണ്ട്സൊക്കെ ഡയമണ്ടും ഗോൾഡും ഇടുമ്പോ ഞാൻ ഈ വെള്ളിയിട്ട് നടക്കണോ? നന്ദു: എന്റെ സാലറി കിട്ടുമ്പോൾ. നിർത്താതി, ഐ എം ഡൺ. എനിക്ക് മടുത്തു. നിന്റെ ഈ ദാരിദ്ര്യം കേട്ട് എനിക്ക് മടുത്തു. ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ പോലും നിന്റെ കയ്യിൽ കാശില്ല. നിന്നെക്കൊണ്ട് എനിക്ക് എന്തു ഗുണമാണുള്ളത്? നന്ദു പ്ലീസ്, നമ്മൾ തമ്മിൽ സ്നേഹത്തിലല്ലേ? സ്നേഹം കൊണ്ട് വയറ് നിറയില്ലാതി. ലെറ്റ്സ് ബ്രേക്കപ്പ്. എനിക്ക് എന്റെ ലെവലിലുള്ള ഒരാളെ വേണം. അങ്ങനെ അവർ തമ്മിൽ ചൂട് സംഭാഷണങ്ങളായിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കോളേജ് ഫ്രണ്ട് അവിടേക്ക് വരികയുണ്ടായി. റോഷൻ നന്ദനയോട്: ഹലോ, ആരാണ് ഈ ലെവലില്ലാത്ത കാമുകൻ? ഓ, നമ്മുടെ ഡെലിവറി ബോയ് ആദിയാണോ? ആദി: റോഷൻ, നീ ഇതിൽ ഇടപെടേണ്ട. ഇടപെടും, കാരണം നന്ദന ഇപ്പോൾ എന്റെ കൂടെയാണ്. നോക്ക്, ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ മാല കണ്ടോ? 5 ലക്ഷം രൂപയാണ് ഇതിന്റെ വില. നിനക്ക് സ്വപ്നം കാണാൻ പറ്റുവോടാ? നന്ദന: ബാ റോഷൻ, നമുക്ക് പോകാം. ഇവനോട് സംസാരിച്ച് സമയം കളയണ്ട. നിൽക്ക് നന്ദു, ഇവൻ പാവമല്ലേ. ഇവൻ കുടിച്ച കോഫിയുടെ കാശ് ഞാൻ കൊടുത്തേക്കാം. എടാ ആദി, ഈ 500 രൂപ വെച്ചോ, ബാക്കി നിനക്ക് ടിപ്പ്. ആദി ഒന്നും മിണ്ടിയില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാവരും നോക്കി നിൽക്കെ ആ കഫേയിൽ അവൻ ഒറ്റയ്ക്കായി. അവന്റെ ആത്മാഭിമാനം അവിടെ തകർന്നു വീണു. അതേ വൈകുന്നേരം ബസ് സ്റ്റോപ്പിൽ ആദി നിൽക്കുന്നു. ശക്തമായ മഴ. ദൈവമേ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പണമില്ലാത്തവൻ മനുഷ്യനല്ലേ? എനിക്ക് മടുത്തു. ജീവിക്കാൻ ഇനി എനിക്ക് വയ്യ. അതേസമയം ആദിയുടെ മൊബൈൽ റിങ് ചെയ്യുന്നു. അവൻ അതെടുത്തു. ഹലോ. അപ്പുറത്തു നിന്നും ഒരു വക്കീൽ: ഇത് ആദിത്യൻ വർമ്മയല്ലേ? അതെ, ആരാണ്? ഞാൻ അഡ്വക്കേറ്റ് മേനോൻ, ഡൽഹിയിൽ നിന്നാണ് വിളിക്കുന്നത്. താങ്കൾക്ക് രാജശേഖര തമ്പുരാൻ എന്നൊരാളെ അറിയാമോ? അതെന്റെ മുത്തശ്ശന്റെ പേരാണ്. വർഷങ്ങൾക്ക് മുൻപ് നാടുവിട്ടു പോയതാണ്. എന്താ കാര്യം? മിസ്റ്റർ ആദിത്യൻ, രാജശേഖര തമ്പുരാൻ ഇന്നലെ അന്തരിച്ചു. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായ റോയൽ ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്നു. എന്ത്? റോയൽ ഗ്രൂപ്പോ? അതെ. അദ്ദേഹത്തിന്റെ വിൽപ്പത്ര പ്രകാരം റോയൽ ഗ്രൂപ്പിന്റെ 10,000 കോടി രൂപയുടെ ആസ്തിയും കേരളത്തിലെ എല്ലാ ബിസിനസ്സുകളും ഇനി താങ്കൾക്കുള്ളതാണ്. യു ആർ ദ ന്യൂ ഓണർ. തമാശ പറയല്ലേ സാർ? ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവനാണ് ഞാൻ. തമാശയല്ല, താങ്കളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യൂ. ആദ്യ ഗഡുവായി ഒരു തുക ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഗുഡ് നൈറ്റ് സർ. അയാൾ കട്ട് ചെയ്തു. ഒന്നും മനസ്സിലാകാതെ ആദി ആ മഴയത്ത് നിൽക്കുകയായിരുന്നു. മഴ നിന്നു. അവന്റെ മൊബൈലിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു. വിറയ്ക്കുന്ന കൈകളോടെ ആദി തന്റെ പൊട്ടിയ ഫോൺ സ്ക്രീനിലേക്ക് നോക്കി. ആ മെസ്സേജ് കണ്ടതും അവന്റെ ശ്വാസം നിലച്ചുപോയി. ഇതൊക്കെ സത്യമാണോ? എന്റെ അക്കൗണ്ട്, യുവർ അക്കൗണ്ട് ക്രെഡിറ്റഡ് വിത്ത് 100 crores. 100 കോടിയോ? ഞാൻ നന്ദന, റോഷൻ, എന്റെ സമയം തെളിഞ്ഞു. ഇനി നിങ്ങളൊക്കെ കാണാൻ പോകുന്നത് വേറൊരു ആദിയെയാണ്. പഴയ ഡെലിവറി ബോയ് മരിച്ചു. ഇത് പുതിയ ആദിത്യൻ വർമ്മ. ആദിക്ക് മുന്നിൽ ഇനി ലോകം തലകുനിക്കും. പക്ഷേ അവൻ എങ്ങനെയാകും തന്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുക? പണം അവനെ ഒരു അഹങ്കാരിയാക്കി മാറ്റുമോ? കാത്തിരുന്ന് കേൾക്കൂ. എന്നാൽ വിധിയുടെ ഒരു വിളയാട്ടം.
ഒറ്റ രാത്രി കൊണ്ട് അവൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയത് 100 കോടി രൂപയാണ്. ഒരു ഡെലിവറി ബോയ് പെട്ടെന്നൊരു സാമ്രാജ്യത്തിൻ്റെ അവകാശിയായാൽ എന്ത് സംഭവിക്കും? ആദി തൻ്റെ പണം ഉപയോഗിച്ച് പ്രതികാരം തുടങ്ങുമോ? അതോ ആ പണം അവനൊരു ശാപമായി മാറുമോ? കേൾക്കൂ സീക്രട്ട് മില്ലനെയർ എപ്പിസോഡ് 2. അന്ന് രാത്രി ആ ചെറിയ വാടകമുറിയിൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് താഴെയിരുന്ന് ആദി തൻ്റെ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. അവൻ്റെ തൊണ്ട വരണ്ടുപോയിരുന്നു. അവൻ്റെ ഡെലിവറി പാർട്ട്ണറായ ദാസൻ, എടാ ആദി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? സമയം 3 മണിയായി. നാളെ രാവിലെ ഡെലിവറിക്ക് പോണ്ടേ? എനിക്കിനി ഡെലിവറിക്ക് പോകേണ്ടി വരില്ല. എന്താടാ, നിനക്ക് പനി വല്ലതും പിടിച്ചോ? എന്താ നീ പുലമ്പുന്നത്? നീ ഈ ഫോണിലേക്കൊന്ന് നോക്കിയേ. ഞാൻ കാണുന്നത് സ്വപ്നമാണോ എന്നെനിക്കറിയണം. യോർ അക്കൗണ്ട് ക്രെഡിറ്റഡ് വിത്ത് 100. എടാ, ഇത് എത്ര പൂജ്യമുണ്ട്? 100 കോടിയോ? ആദി, നിനക്ക് വല്ല ലോട്ടറി അടിച്ചോടാ? ലോട്ടറി അല്ല, എൻ്റെ മുത്തശ്ശൻ. എനിക്ക് ആരുമില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എനിക്കൊരു സാമ്രാജ്യം തന്നെ ഉണ്ടായിരുന്നു. അളിയ, അപ്പം നീ ഇനി കോടീശ്വരനാണോ? എടാ, ഈ ഡെലിവറി ബോയുടെ വേഷം എനിക്ക് അഴിച്ചു മാറ്റണം. നാളെ പുതിയൊരു ആദിയെ നഗരം കാണും. പിറ്റേന്ന് രാവിലെ നഗരത്തിലെ ഏറ്റവും വലിയ ലക്ഷറി മോളിലേക്കും ആദി തൻ്റെ പഴയ ബൈക്കിൽ വന്നിറങ്ങി. കീറിയ ജീൻസും നിറം മങ്ങിയ ടീഷർട്ടും ധരിച്ച അവനെ സെക്യൂരിറ്റി ജീവനക്കാർ സംശയത്തോടെ നോക്കി. അവൻ നേരെ കയറിയത് ഇറ്റാലിയൻ സൂട്ടുകൾ വിൽക്കുന്ന ഒരു പ്രീമിയം ഷോറൂമിലേക്കാണ്. അവിടുത്തെ സെയിൽസ് മാനേജർ ആദിയുടെ അടുത്തേക്ക് വന്നു. എക്സ്ക്യൂസ് മീ, ഹലോ, എങ്ങോട്ടാ? ഡെലിവറി ബോയ്സ് എൻട്രൻസ് പിൻവശത്താണ്. ഇവിടെ കസ്റ്റമേഴ്സിന് മാത്രമാണ് പ്രവേശനം. ഞാൻ കസ്റ്റമറാണ്. എനിക്കൊരു സൂട്ട് വേണം. സൂട്ടോ? തമാശ പറയല്ലേ ചേട്ടാ. ഇവിടെയുള്ള ഏറ്റവും വില കുറഞ്ഞ ഷർട്ടിന് പോലും നിങ്ങളുടെ 3 മാസത്തെ ശമ്പളം വേണ്ടിവരും. വെറുതെ സമയം കളയാതെ ഇറങ്ങിപ്പോ. നിങ്ങളുടെ ഈ ഷോപ്പിലെ ഏറ്റവും വില കൂടിയ സൂട്ട് ഏതാണ്? നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സെക്യൂരിറ്റി മാനേജർ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഏറ്റവും വില കൂടിയ സൂട്ട് ഏതാണ്? അത് ആ ബ്ലാക്ക് ടക്സീഡോ ആണ്. അതിന് 2.5 ലക്ഷം രൂപയാണ് വില. അത് തൊടാൻ പോലും നിനക്ക്. ആദി തൻ്റെ ബാഗിൽ നിന്ന് പണത്തിൻ്റെ ഒരു കെട്ടു വലിച്ചെടുത്ത് കൗണ്ടറിലേക്ക് എറിഞ്ഞു. മാനേജറുടെ കണ്ണുകൾ തള്ളിപ്പോയി. ആദി, ഇതിൽ 3 ലക്ഷമുണ്ട്. ആ സൂട്ടും അതിന് ചേരുന്ന ഷൂസും വാച്ചും പാക്ക് ചെയ്യ്. ബാക്കി വന്നാൽ ടിപ്പായിട്ടെടുത്തോ. ഇനി മേലാൽ ഒരാളുടെ വേഷം കണ്ട് അയാളുടെ വില നിശ്ചയിക്കരുത്. ഡു ഇറ്റ് നൗ. വിയർത്തുകൊണ്ട് മാനേജർ, യെസ് സർ, സോറി സർ. അന്ന് രാത്രി നഗരത്തിലെ ഏറ്റവും വലിയ ക്ലബ്ബിൽ നന്ദനയുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. റോഷനും കൂട്ടുകാരും മദ്യലഹരിയിലാണ്. ചിയേഴ്സ് ഗായ്സ്, ഇന്നെന്റെ ബേബി നന്ദനയുടെ ദിവസമാണ്. എൻജോയ്. താങ്ക് യു റോഷൻ. ഇന്നലെ ആ ദരിദ്രവാസി ആദിയുടെ കൂടെ ആയിരുന്നെങ്കിൽ ഈ ബർത്ത്ഡേ ഞാൻ കുളമാക്കിയെന്നെ. നിന്നോട് എനിക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നു. അങ്ങനെയിരിക്കെ ദൂരെ വാതിൽ തുറക്കപ്പെട്ടതും ഒരു വെളിച്ചം. റോഷൻ അത് കണ്ട്, ആരടാ അത്? ഏതോ സിനിമാ നടൻ വരുന്ന പോലെ. ക്ലബിന്റെ വാതിലിലൂടെ ഒരു പുതിയ മനുഷ്യൻ കടന്നുവന്നു. 2.5 ലക്ഷത്തിന്റെ ബ്ലാക്ക് സ്യൂട്ട്, തിളങ്ങുന്ന വാച്ച്, മുഖത്ത് ആത്മവിശ്വാസം നിറഞ്ഞ ചിരി. അത് ആദിയായിരുന്നു. നന്ദന അത് കണ്ട് അന്തം വിട്ടു നിൽക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ആദിയുടെ ഈ ട്വിസ്റ്റ്. റോഷൻ, അത് ആദിയല്ലേ? പക്ഷേ അവനെങ്ങനെ ഈ വേഷത്തിൽ? ആദിയോ? ഇവനെങ്ങനെ ഇവിടെ കയറി? ഇവൻ ഏത് കടയിൽ നിന്നാടാ ഇതൊക്കെ മോഷ്ടിച്ചത്? എടാ സെക്യൂരിറ്റി, ഇവനെ ആരടാ അകത്ത് കയറ്റിയത്? അങ്ങനെ ആദി നേരെ നന്ദനയുടെ അടുത്തെത്തി. ഹാപ്പി ബർത്ത്ഡേ നന്ദന, എങ്ങനെയുണ്ട് പാർട്ടി? നീ എവിടുന്ന് മോഷ്ടിച്ചാടാ ഈ ഡ്രസ്സൊക്കെ? ഇറങ്ങിപ്പോയി ഇവിടുന്ന്. എന്റെ മൂഡ് കളയാൻ വന്നതാണോ നീ? എടാ ഡെലിവറി ബോയ്, നിനക്കെന്റെ ഷൂസിന്റെ വിലയുണ്ടോടാ? ഇറങ്ങിപ്പോടാ. റോഷൻ ആദിയുടെ കോളറിൽ പിടിക്കാൻ കൈ ഓങ്ങി. പെട്ടെന്ന് ആദി റോഷന്റെ കൈ തട്ടിമാറ്റി. കൈ താഴെയിടടാ. ഇനി എന്റെ ദേഹത്ത് തൊട്ടാൽ നിന്റെ ഈ കൈ പൊക്കിയെടുക്കാൻ നിന്റെ അച്ഛന്റെ BMW വിറ്റാൽ പോലും തികയില്ല. മൈൻഡ് ഇറ്റ്. നീ എന്താടാ ഭീഷണിപ്പെടുത്തുന്നോ? ഭീഷണിയല്ല, മുന്നറിയിപ്പാണ്. പിന്നെ ഇന്നലെ നീ എനിക്കൊരു ടിപ്പ് തന്നില്ലേ? 500 രൂപ. ഇതാ 2000 രൂപ. നിന്റെ ഈ പാർട്ടിയുടെ ബില്ല് കൊടുത്തേക്ക്. ബാക്കി നിനക്ക് ടിപ്പ്. എൻജോയ്. ആ ക്യാഷ് റോഷന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് നന്ദനെയൊന്ന് നോക്കി അവൻ തിരിച്ചു നടന്നു. വലിയ അപമാനമായി അവർക്ക് തോന്നി. അഡ്വക്കേറ്റ് മേനോന്റെ ഓഫീസിലേക്ക് ആദ്യം എത്തിച്ചേർന്നു. വെൽക്കം മിസ്റ്റർ ആദിത്യൻ വർമ്മ.
പുതിയ വേഷം താങ്കൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ട്. താങ്ക് യു മാനോൻ സർ. പക്ഷേ എനിക്കിപ്പോഴും ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എൻ്റെ മുത്തശ്ശൻ, അദ്ദേഹത്തിന് എങ്ങനെ ഇത്രയും സ്വത്തുണ്ടായി? എന്തുകൊണ്ട് ഇത്രയും കാലം എന്നെ അന്വേഷിച്ചില്ല? അതാണ് ആദിത്യൻ ഇനിയുള്ള പ്രശ്നം. താങ്കളുടെ മുത്തശ്ശൻ രാജശേഖരൻ ബിസിനസ്സിലെ ഒരു സിംഹമായിരുന്നു. അദ്ദേഹത്തിന് സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ ശത്രുക്കളായിരുന്നു. ശത്രുക്കളോ? അതെ, അദ്ദേഹത്തിന്റെ മരണം അതൊരു സ്വാഭാവിക മരണമായിരുന്നില്ല ആദിത്യൻ. അദ്ദേഹത്തെ ആരോ വിഷം കൊടുത്തു കൊന്നതാണ്. എന്ത്? കൊന്നതോ? ആര്? അതറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ ഇപ്പോൾ താങ്കളുടെ പേരിലാണ്. അതിനർത്ഥം ആ കൊലയാളികളുടെ അടുത്ത ലക്ഷ്യം നിങ്ങളാണ്. യു ആർ ഇൻ ഡേഞ്ചർ ആദിത്യൻ. അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ചുവടും സൂക്ഷിച്ചു വേണം. ഞാനെന്ത് ചെയ്യണം? യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഒന്നുകിൽ പോരാടി ജയിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ചോയ്സ് നിന്റേതാണ്. 100 കോടിയുടെ അധിപൻ മാത്രമല്ല ആദി, ഇപ്പോൾ വലിയൊരു കൊലപാതക പരമ്പരയിലെ അടുത്ത ഇര കൂടിയാണ്. ആരാണ് ആദിയുടെ മുത്തച്ഛനെ കൊന്നത്? പഴയ ശത്രുക്കളായ റോഷനും നന്ദനയും പുതിയ ശത്രുക്കളായ കൊലയാളികളും. ഇവർക്കിടയിൽ ആദി എങ്ങനെ പിടിച്ചു നിൽക്കും? ആദിയുടെ ജീവൻ അപകടത്തിലാണ്. നഗരത്തിലെ ഏറ്റവും വിലകൂടിയ പെന്റ് ഹൗസിന്റെ ബാൽക്കണിയിൽ താഴെ ഉറുമ്പുകളെപ്പോലെ നീങ്ങുന്ന വാഹനങ്ങളെ നോക്കി ആദി നിന്നു. ഇന്നലെ വരെ ആ തിരക്കിലൊരു ഡെലിവറി ബോയിയായി അവനുമുണ്ടായിരുന്നു. ഇന്നവൻ മേഘങ്ങൾക്ക് മുകളിലാണ്. പക്ഷെ അവന്റെ മനസ്സ് നിറയെ ശൂന്യതയായിരുന്നു. അമ്മേ, കണ്ടോ എന്റെ പുതിയ വീട്? സ്വിമ്മിംഗ് പൂളും വലിയ മുറികളും ഒക്കെയുണ്ട്. അമ്മ എപ്പോഴും പറയാറില്ലേ, എന്തെങ്കിലും ഒരു നാൾ എന്റെ മോൻ വലിയ നിലയിലെത്തുമെന്ന്. പക്ഷെ എന്തിനാ അമ്മേ? എന്തിനാ ഇത്രയും പണം? അന്ന് അമ്മയ്ക്കൊരു ഓപ്പറേഷനു വേണ്ടി വെറും 50,000 രൂപയ്ക്ക് വേണ്ടി ഞാൻ ഓടി നടന്നില്ലേ? അന്ന് ഈ പണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കെന്റെ അമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു. 10 രൂപയുടെ പേരിൽ നന്ദന എന്നെ ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് വേദനിച്ചില്ല അമ്മേ. പക്ഷെ പണമില്ലാത്തതുകൊണ്ട് എന്റെ അമ്മ മരിച്ചുപോയല്ലോ എന്നോർക്കുമ്പോൾ എന്റെ നെഞ്ചു പൊട്ടുകയാണ്. ഇല്ല, ഞാൻ തോൽക്കില്ല. ഈ പണം കൊണ്ട് എനിക്കെന്റെ അമ്മയെ തിരിച്ചിട്ടില്ല. പക്ഷെ പണമില്ലാത്തതിന്റെ പേരിൽ ഇനി ഈ നഗരത്തിൽ ആരും കരയാൻ പാടില്ല. അതാവണം ഈ ആദിത്യൻ വർമ്മയുടെ ലക്ഷ്യം. റോഷന്റെ അപ്പാർട്ട്മെന്റിൽ. ഇംപോസിബിൾ! എങ്ങനെ ആ തെണ്ടിക്ക് ഇത്രയും പണം കിട്ടി? അവന്റെ ആ നോട്ടം, എന്റെ ദേഹത്ത് പണമെറിഞ്ഞപ്പോൾ അവനുണ്ടായിരുന്ന പുച്ഛം. ഐ വിൽ കിൽ ഹിം. അവനോട് നന്ദന, റോഷൻ, നീയൊന്ന് സമാധാനിക്ക്. അവന്റെ ഡ്രസ്സ്, ആ വാച്ച്, അതൊന്നും വാടകയ്ക്കെടുത്തതല്ല. അവന് ശരിക്കും ലോട്ടറി വല്ലതും അടിച്ചാലോ? ലോട്ടറിയോ? ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകാൻ ഇവനെന്താ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കിട്ടിയോ? ഇതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട്. റോഷൻ, അവനിപ്പോൾ പഴയ ഡെലിവറി ബോയ് അല്ല, അവൻ കോടീശ്വരനാണ്. ഒരുപക്ഷേ ഞാൻ അവനോട് ചെയ്തത് തെറ്റായിപ്പോയോ? വാട്ട്? പണം കണ്ടപ്പോ നിന്റെ മനസ്സ് മാറിയോടി? നീ അത്രയ്ക്ക് തരംതാണവളാണോ? പ്രാക്ടിക്കലായി ചിന്തിക്ക് റോഷൻ. 100 കോടി, എന്റെ ജീവിതം സെറ്റിലാക്കാൻ അത് മതി. ഞാൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. പഴയ സ്നേഹം വെച്ചൊന്ന് സോപ്പിട്ടാൽ? വേണ്ട, നീ അവന്റെ അടുത്തേക്ക് പോവില്ല. അവനെ തകർക്കണം. അവന്റെ ഈ പണത്തിന്റെ ഉറവിടം എന്താണെന്ന് ഞാൻ കണ്ടെത്തും. എന്റെ ഡാഡിയുടെ സ്വാധീനം ഉപയോഗിച്ച് അവനെ ഞാൻ പൂട്ടും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. കാറിനുള്ളിൽ മേനോനും ആദിയും. ആദിത്യൻ, നിങ്ങൾക്കിപ്പോൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. രാജശേഖരൻ സാർ വെറുമൊരു ബിസിനസ്സുകാരനായിരുന്നില്ല. പിന്നെ ആരായിരുന്നു എന്റെ മുത്തശ്ശൻ? എന്തിനാണ് അദ്ദേഹത്തെ കൊന്നത്? അദ്ദേഹം ഒരു സീക്രട്ട് ഇൻവെസ്റ്റർ ആയിരുന്നു. പല വലിയ കമ്പനികളുടെയും പിന്നിലെ യഥാർത്ഥ ശക്തി. അദ്ദേഹത്തിന്റെ കയ്യിൽ പലരുടെയും കള്ളത്തരങ്ങളുടെ തെളിവുകളുണ്ടായിരുന്നു. അതടങ്ങിയ ഒരു ഡയറി. അതാണ് കൊലയാളികൾക്ക് വേണ്ടത്. ആ ഡയറി എവിടെയുണ്ട്? അതെനിക്കറിയില്ല. പക്ഷേ അവർ കരുതുന്നത് അത് നിന്റെ കയ്യിലാണെന്നാണ്. അതുകൊണ്ട് പെട്ടെന്ന് പിന്നാലെ ഒരു കാറ് വന്ന് മുട്ടുന്ന പോലെ അവൾക്ക് തോന്നി. ആദി ഉച്ചത്തിൽ, എന്താ സംഭവിക്കുന്നത്? അവർ നമ്മളെ കണ്ടെത്തി. ആദി തല താഴ്ത്ത്. വെടിയുണ്ടയുടെ ശാന്തങ്ങൾ. നഗരമധ്യത്തിൽ വെച്ച് ആദിയുടെ കാറിന് നേരെ ആക്രമണം. കറുത്ത ഗ്ലാസ് കയറ്റിയ ഒരു SUV അവരെ വട്ടം ചുറ്റുന്നു. ആരാണവർ? എന്തിനാ നമ്മളെ വെടിവെക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ ആദി, നിന്റെ ജീവൻ അപകടത്തിലാണെന്ന്. ഡ്രൈവർ, വേഗത്തിൽ പോകൂ. ആദിയുടെ കാർ ചീറിപ്പാഞ്ഞു. ശത്രുക്കൾ മാഞ്ഞു. ആദ്യത്തെ ആക്രമണത്തിൽ നിന്ന് ആദി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ ഇത് തുടക്കം മാത്രമാണ്. അമ്മയുടെ ഓർമ്മകളിൽ നീറുന്ന മനസ്സ്, പണത്തിനു വേണ്ടി തിരിച്ചുവരാൻ ഒരുങ്ങുന്ന കാമുകി, പ്രതികാരം ചെയ്യാൻ നടക്കുന്ന ശത്രു, പിന്നെ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന കൊലയാളികൾ. ഈ സ്വർണ്ണക്കൂട്ടിനുള്ളിൽ ആദി എത്രനാൾ സുരക്ഷിതനായിരിക്കും? അടുത്ത തവണ വെടിയുണ്ടകൾക്ക് ഉന്നം പിഴയ്ക്കുമോ?
100 കോടിയുടെ അധിപനായ ആദിത്യൻ വർമ്മയ്ക്ക് നേരെ നടന്ന വധശ്രമം. അഡ്വക്കേറ്റ് മേനോന്റെ മുന്നറിയിപ്പ് സത്യമാവുകയാണ്. രാജശേഖര തമ്പുരാന്റെ കൊലയാളികൾ ആദിയെയും ലക്ഷ്യം വെക്കുന്നു. പണം നൽകുന്ന സുഖത്തേക്കാൾ വലിയ ഭീതിയിലാണ് ആദി ഇപ്പോൾ. ഇതിനിടയിൽ ആദിയുടെ പണം കണ്ട് നന്ദന അവനിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നു. ആദി ഈ കെണികളിൽ വീഴുമോ അതോ തന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുമോ? ആഡംബര കാറിലിരുന്ന് പുറത്തേക്ക് നോക്കി ആദി കണ്ടത് ഒരു സർക്കാർ ആശുപത്രിയാണ്. പെട്ടെന്ന് എന്തോ ഓടുത്തതുപോലെ അവൻ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ഈ മണത്തിന് മാറ്റമില്ല. കയ്യിൽ പണമില്ലാത്തവന്റെ നിസ്സഹായതയുടെ മണം. ആദി ഒരു ബെഞ്ചിനരികിൽ നിൽക്കുന്നു. അവിടെ ഒരു വയസ്സായ അച്ഛൻ തന്റെ മകളുടെ മരുന്നിനായി പണമില്ലാതെ കരയുകയാണ്. മരുന്നിന് 2000 രൂപ വേണം ഡോക്ടർ. എന്റെ കയ്യിൽ 500 രൂപയേ ഉള്ളൂ. പണ്ട് അമ്മയ്ക്ക് വേണ്ടിയും ഞാൻ ഇങ്ങനെ തന്നെയല്ലേ ഓടിയത്. അന്ന് ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിൽ. ആദി തന്റെ ബാഗിൽ നിന്ന് പണമെടുത്ത് ആ അച്ഛന്റെ കയ്യിൽ വെക്കുന്നു. ആദി ശാന്തമായി. ഇത് വെച്ചോളൂ വല്ലിച്ച. ആ കുട്ടിയെ നല്ലപോലെ നോക്കണം. അയാൾ: നീ ആരാ മോനെ? ദൈവം അയച്ചതാണോ? ആദി: അല്ല, പഴയൊരു ഡെലിവറി ബോയ്. പണമില്ലാത്തതിന്റെ വേദന അറിയുന്ന ഒരാൾ. ഫോൺ റിങ് ചെയ്യുന്നു. ആദി ഫോൺ എടുക്കുന്നു. നന്ദന കരഞ്ഞുകൊണ്ട്: ആദി, നീ എന്നോട് ക്ഷമിക്കില്ലേ? റോഷൻ എന്നെ നിർബന്ധിച്ചതാണ്. നിന്നെ അപമാനിക്കാൻ എനിക്ക് താൽപ്പര്യമില്ലായിരുന്നു. ആദി പുച്ഛത്തോടെ: നന്ദു, നിന്റെ ഈ അഭിനയം കൊള്ളാം. പക്ഷെ പണ്ട് 10 രൂപയുടെ പേരിൽ നീ എന്നെ തള്ളിപ്പറഞ്ഞപ്പോ ഈ സ്നേഹം എവിടെയായിരുന്നു? അതെന്റെ തെറ്റാണ് ആദി. നമുക്ക് പഴയതുപോലെ ആയിക്കൂടെ? ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് എന്നെയല്ല നന്ദു, എന്റെ അക്കൗണ്ടിലുള്ള 100 കോടിയെയാണ് ഇഷ്ടം. ആ പഴയ ആദി മരിച്ചുപോയി. ഇപ്പോൾ നിന്റെ മുന്നിലുള്ളത് രാജശേഖര തമ്പുരാന്റെ പേരക്കുട്ടിയാണ്. ഇനിമേലാൽ എന്നെ വിളിക്കരുത്. നിനക്ക് എന്നെയല്ല നന്ദു, എന്റെ അക്കൗണ്ടിലുള്ള 100 കോടിയെയാണ് ഇഷ്ടം. ആ പഴയ ആദി മരിച്ചുപോയി. ഇപ്പോൾ നിന്റെ മുന്നിലുള്ളത് രാജശേഖര തമ്പുരാന്റെ പേരക്കുട്ടിയാണ്. ഇനിമേലാൽ എന്നെ വിളിക്കരുത്. റോയൽ ഗ്രൂപ്പ് ആസ്ഥാനം. ആദ്യമായി ആദി റോയൽ ഗ്രൂപ്പിന്റെ ബോർഡ് മീറ്റിംഗിലേക്ക് കടന്നുവരുന്നു. അവിടെ അവനെ കാത്തിരിക്കുന്നത് ശത്രുക്കളായ ഡയറക്ടർമാരാണ്. ആർക്കും ഒരു ഡെലിവറി ബോയ് തങ്ങളുടെ മുകളിലിരുന്ന് ഭരിക്കുന്നത് സഹിക്കാൻ പറ്റുന്നതല്ല. അതിലൊരു ഡയറക്ടർ: ഇതാണോ പുതിയ ചെയർമാൻ? ഒരു ഡെലിവറി ബോയ് നമ്മുടെ കമ്പനി ഭരിക്കുമെന്നോ? അതെ, ഡെലിവറി ബോയ് ആയിരുന്നപ്പോൾ ഓരോ വീടിന്റെയും പടിവാതിൽ വരെ ഞാൻ എത്താറുണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ പൾസ് എനിക്കറിയാം. റോയൽ ഗ്രൂപ്പിലെ അഴിമതികൾ ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. വക്കീൽ പറഞ്ഞ ആ വാക്കുകൾ ആദിയുടെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. സൂക്ഷിക്കണം ആദി, ഇവരിൽ ഒരാളാണ് നിന്റെ മുത്തശ്ശനെ വിഷം കൊടുത്തു കൊന്നത്. എല്ലാവരും ആദിയെ തന്നെ തറച്ചു നോക്കുന്നു. ആദ്യത്തെ മീറ്റിംഗിൽ എല്ലാവരും പരസ്പരം ഒന്ന് പരിചയപ്പെട്ടു. പിന്നീട് ആദ്യ തന്റെ കാറിലേക്ക് കയറുന്നു. സീറ്റിനടിയിൽ ഒരു പൊതിയിരിക്കുന്നത് അവൻ കാണുന്നു. കാറിനുള്ളിൽ ഒരു അജ്ഞാത സന്ദേശം. ആദി അത് തുറന്നു നോക്കി. അതിൽ രക്തം പുരണ്ട ഒരു ഡയറി ഉണ്ടായിരുന്നു. മുത്തശ്ശൻ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യ ഡയറി. ആദി ഞെട്ടലോടെ: ഇത് മുത്തശ്ശന്റെ ഡയറി. ഇതിൽ ആ പേരുണ്ടോ? എന്റെ അമ്മയെ ഇല്ലാതാക്കിയ, മുത്തശ്ശനെ കൊന്ന ആ ശത്രുവിന്റെ പേര്? അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് ആദി കാലെടുത്തു വെച്ചു. എന്നാൽ അവനെ കാത്തിരുന്നത് മുത്തശ്ശൻ രാജശേഖര തമ്പുരാൻ ബാക്കി വെച്ചുപോയ രക്തം പുരണ്ട ഡയറിയാണ്. ആരാണ് ആദിയുടെ അമ്മയെ കൊന്നത്? ആരാണ് റോയൽ ഗ്രൂപ്പിനെ തകർക്കാൻ ശ്രമിക്കുന്നത്? ആദി ആ താളുകൾ മറിക്കുകയാണ്. ഇത് വെറും കണക്കുകളല്ല, മുത്തശ്ശന്റെ കുമ്പസാരമാണ്. ആ ഡയറിയിൽ: ആദി, ഈ ഡയറി നീ വായിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകില്ല. എന്നെ പുറത്തുനിന്നുള്ളവരല്ല തോൽപ്പിച്ചത്, എന്റെ കൂടെ നിന്നവരാണ്. എന്റെ മകൾ, നിന്റെ അമ്മ പാർവതി മരിച്ചത് അപകടത്തിലല്ല, അതൊരു കൊലപാതകമായിരുന്നു. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് റോയൽ ഗ്രൂപ്പിലെ തന്നെ വിശ്വസ്തനായ... പെട്ടെന്ന് ഒരു കാർ ഹോൺ ശബ്ദം. ആദി ഞെട്ടി വായന നിർത്തുന്നു. ഡയറിയുടെ ആ പേജിൽ രക്തം ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നു. പേര് വ്യക്തമല്ല. ചതി. ആ പേര് രക്തത്തിൽ മാഞ്ഞുപോയിരിക്കുന്നു. പക്ഷേ സൂക്ഷിച്ചു നോക്കുന്നു. താഴെ ഒരു ഒപ്പുണ്ട്: GK. ആരാണ് ഈ GK? ആദി ഫോൺ എടുക്കുന്നു. അഡ്വക്കേറ്റ് മേനോനെ വിളിക്കുന്നു. മേനോൻ സാർ, ആരാണ് നമ്മുടെ ബോർഡിലെ GK? ഗോവിന്ദ കൈമൾ, നിന്റെ മുത്തശ്ശന്റെ വലങ്കയായിരുന്ന ആൾ. ഇപ്പോൾ കമ്പനിയുടെ ഫിനാൻസ് ഡയറക്ടർ. ആദി, സൂക്ഷിക്കണം, അയാൾ അപകടകാരിയാണ്. വലങ്കയായിരുന്നെങ്കിൽ ആ കൈ ഞാൻ വെട്ടിയിരിക്കും. റോഷന്റെ ഫ്ളാറ്റിൽ റോഷൻ ദേഷ്യത്തിൽ മദ്യക്കുപ്പി എറിയുന്നു. അവൻ ചെയർമാനായെന്നോ? ആ ഓട്ടോക്കാരൻ ആദിത്യൻ വർമ്മയോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്ദന. റോഷൻ നമ്മൾ വിചാരിച്ച ആളല്ല ആദി.
അവനിപ്പോൾ മാറിയിരിക്കുന്നു. അവന്റെ കണ്ണിൽ പഴയ സ്നേഹമില്ല, തീയാണ്. സ്നേഹം? നിനക്കവനോട് വീണ്ടും സ്നേഹം തോന്നുന്നുണ്ടോടി? പണം കണ്ടപ്പോൾ നിന്റെ മനസ്സ് മാറിയോ? അങ്ങനെയല്ല, പക്ഷേ അവനെ വെറുതെ വിടുന്നതാണ് നമുക്ക് നല്ലത്. ഒരിക്കലുമില്ല. അവനെ ഞാൻ തകർക്കും. നാളെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ഉണ്ട്. അവിടെ വെച്ച് ആദിത്യൻ വർമ്മയുടെ യഥാർത്ഥ മുഖം ഞാൻ വലിച്ചു കീറും. അവനൊരു കള്ളനാണെന്ന് ഞാൻ തെളിയിക്കും. അതിന് നീ എന്നെ സഹായിക്കണം. ഞാനോ? ഞാനെന്ത് ചെയ്യണം? നീ അവനെ വിളിക്കണം. ഒരു പഴയ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. റോഷന്റെ നീക്കങ്ങൾ അറിയാതെ ആദി തന്റെ ആദ്യത്തെ ലക്ഷ്യത്തെ തേടി എത്തിയിരിക്കുന്നു. ഗോവിന്ദ കൈമൾ. മഴ പെയ്യാൻ തുടങ്ങുന്നു. ആദിയുടെ കാർ ഒരു വലിയ വീടിനു മുന്നിൽ നിൽക്കുന്നു. ആദി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുന്നു. വാതിൽ ചാരിയിട്ടിരിക്കുകയാണ്. മിസ്റ്റർ കൈമൾ, ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എല്ലാം അറിഞ്ഞു. മറുപടിയില്ല. നിശബ്ദത. പെട്ടെന്നൊരു ഇടിമുഴക്കം. എന്തിലാ എന്റെ അമ്മയെ കൊന്നത്? പണത്തിനു വേണ്ടിയായിരുന്നോ? ആദി ഒരു മുറിയിലേക്ക് കയറുന്നു. പെട്ടെന്ന് ആദി അത് കണ്ട് ഞെട്ടി. മൈ ഗോഡ്! ആദി കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. കസേരയിൽ ചാരിയിരിക്കുന്ന ഗോവിന്ദ കൈമൾ. പക്ഷെ അയാൾ ജീവനോടെയില്ല. അയാളുടെ നെഞ്ചിലൊരു കത്തി കുത്തിയിറക്കിയിരിക്കുന്നു. ഇല്ല, ആരോ എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വരുന്നതിന് മുൻപേ ഇയാളെ കൊന്നിരിക്കുന്നു. ആദിയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഒരു അജ്ഞാത നമ്പർ. ഹലോ ചെയർമാൻ, കളി തുടങ്ങിയതേയുള്ളൂ. കൊലപാതകിയായ ആദിത്യൻ വർമ്മയ്ക്ക് സ്വാഗതം. പോലീസ് ജീപ്പ് വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. പോലീസുകാർ ഓടി വരുന്നു. ഹാൻഡ്സ് അപ്പ് എന്ന് അലറുന്നു. ശത്രുവിനെ തേടി വന്ന ആദി ഇപ്പോൾ കൊലപാതക കുറ്റത്തിൽ പ്രതിയാവുകയാണോ? ആരാണ് കൈമളെ കൊന്നത്? ആ അജ്ഞാത ഫോൺ സന്ദേശം ആരുടേതാണ്? പോലീസിന്റെ പിടിയിൽ നിന്ന് ആദി രക്ഷപ്പെടുമോ? ഇതൊരു ചക്രവ്യൂഹമാണ്. പക്ഷേ ഇത് ഭേദിക്കാതെ ആദിത്യൻ വർമ്മ അടങ്ങിയിരിക്കില്ല. പെട്ടെന്ന് ആദി അത് കണ്ട് ഞെട്ടി. മൈ ഗോഡ്! ആദി കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. കസേരയിൽ ചാരിയിരിക്കുന്ന ഗോവിന്ദ കൈമൾ. പക്ഷെ അയാൾ ജീവനോടെയില്ല. അയാളുടെ നെഞ്ചിലൊരു കത്തി കുത്തിയിറക്കിയിരിക്കുന്നു. ഇല്ല, ആരോ എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വരുന്നതിന് മുൻപേ ഇയാളെ കൊന്നിരിക്കുന്നു. ആദിയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഒരു അജ്ഞാത നമ്പർ. ഹലോ ചെയർമാൻ, കളി തുടങ്ങിയതേയുള്ളൂ. കൊലപാതകിയായ ആദിത്യൻ വർമ്മയ്ക്ക് സ്വാഗതം. പോലീസ് ജീപ്പ് വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. പോലീസുകാർ ഓടി വരുന്നു. ഹാൻഡ്സ് അപ്പ് എന്ന് അലറുന്നു. ശത്രുവിനെ തേടി വന്ന ആദി ഇപ്പോൾ കൊലപാതക കുറ്റത്തിൽ പ്രതിയാവുകയാണോ? ആരാണ് കൈമളെ കൊന്നത്? ആ അജ്ഞാത ഫോൺ സന്ദേശം ആരുടേതാണ്? പോലീസിന്റെ പിടിയിൽ നിന്ന് ആദി രക്ഷപ്പെടുമോ? പോലീസ് സൈറൻ ഉച്ചത്തിൽ. ക്യാമറ ഫ്ലാഷുകളുടെ ശബ്ദം. ന്യൂസ് റിപ്പോർട്ടർമാരുടെ ബഹളം. ഗോവിന്ദ കൈമളുടെ മൃതദേഹത്തിനു മുന്നിൽ നിൽക്കുന്ന ആദിയെ പോലീസ് വലയുന്നു. ആദിക്ക് രക്ഷപ്പെടാൻ വഴികളില്ല. CI വിജയൻ സ്ഥലത്തെത്തി. മീഡിയക്കാരും. ആദിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിലേക്ക് വിലങ്ങുമായി കൊണ്ടുവന്നു. റോഷനും നന്ദനയും ന്യൂസ് കാണുകയാണ്. എല്ലാം റോഷന്റെ കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു. എന്നാൽ തോറ്റുകൊടുക്കാൻ ആദിത്യൻ വർമ്മ തയ്യാറല്ല. പോലീസ് ജീപ്പിലേക്ക് കയറുമ്പോഴും അവന്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, പ്രതികാരമായിരുന്നു. പോലീസ് സ്റ്റേഷൻ. ലോക്കപ്പ്. CI വിജയൻ പരിഹാസത്തോടെ. എടാ ആദിത്യൻ വർമ്മേ, നീ വലിയ കോടീശ്വരനായിരിക്കാം, പക്ഷെ എന്റെ സ്റ്റേഷനിൽ നീ വെറും ഒരു കൊലപാതകിയാണ്. സത്യം പറയടാ, എന്തിനാ നീ കൈമളെ കൊന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല CI സാർ. എന്നെ അവിടെ ആരോ വിളിച്ചു വരുത്തിയതാണ്. കഥ പറയല്ലടാ, നിന്റെ വിരലടയാളം കത്തിയിലുണ്ട്. നിന്നെ അവിടെ കണ്ട സാക്ഷികളുണ്ട്. നിനക്ക് തൂക്കുകയർ ഉറപ്പാ. വിരലടയാളമുണ്ടാകും, കാരണം ആ കത്തി ഞാൻ കയ്യിലെടുത്തിരുന്നു. പക്ഷെ സാറൊന്ന് ആലോചിക്കണം. 100 കോടി ആസ്തിയുള്ള ഞാൻ സ്വന്തം കൈകൊണ്ട് ഒരാളെ കൊല്ലാൻ മാത്രം മണ്ടനാണോ? എനിക്ക് കൊട്ടേഷൻ കൊടുത്താൽ പോരെ? നീ എനിക്ക് ക്ലാസ് എടുക്കുന്നോടാ. CI ആദിയെ തല്ലാൻ കൈ ഓങ്ങുന്നു. ആദി ആ കൈ തടയുന്നു. കൈ താഴ്ത്ത് സാർ. ഈ യൂണിഫോമിന് ഞാൻ ബഹുമാനം തരുന്നുണ്ട്. പക്ഷേ എന്റെ ദേഹത്ത് തൊട്ടാൽ നാളെ ഈ യൂണിഫോം സാറിനുണ്ടാകില്ല. നിയമം എനിക്കുമറിയാം. CI പകച്ചു നിൽക്കുന്നു. ആ സമയം പുറത്തൊരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം. സ്റ്റേഷനിലെ ബഹളം. അഡ്വക്കേറ്റ് മേനോൻ കടന്നുവരുന്നു. നിർത്തൂ ഓഫീസർ, എന്റെ ക്ലയന്റിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അനുമതിയില്ല. ഏത് തെളിവ്? നിങ്ങൾ പറയുന്ന കത്തിയിലെ വിരലടയാളമോ, അതോ നിങ്ങൾ ഓഫാക്കി വെച്ച CCTV ക്യാമറയോ? അത് ക്യാമറ കംപ്ലൈന്റ് ആണ്. സ്റ്റേഷനിലെ ക്യാമറ കംപ്ലൈന്റ് ആകും, പക്ഷേ ആദിയുടെ കാറിലെ ക്യാമറ കംപ്ലൈന്റ് അല്ലല്ലോ. ശബ്ദമുയർത്തി.
ആദിയുടെ കാറിലെ ഡാഷ് ക്യാം ദൃശ്യങ്ങൾ ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഓഫീസർ. ഇതാ നോക്കൂ, ആദി വീട്ടിലേക്ക് കയറുന്നതിന് കൃത്യം 5 മിനിറ്റ് മുൻപ് മുഖംമൂടി ധരിച്ച ഒരാൾ മതില് ചാടി പോകുന്നത് ആദിയുടെ കാറിലെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ആദി വരുമ്പോൾ കൈമൾ മരിച്ചു കഴിഞ്ഞു. സമയം നോക്കൂ ഓഫീസർ. കണ്ടോ സാർ, യഥാർത്ഥ പ്രതി പോയ വഴിയെ പോകാതെ എന്നെ പിടിച്ച് സമയം കളയുകയാണോ കേരള പോലീസ്? CI വിജയൻ വിയർക്കുന്നു. സ്റ്റേഷന് പുറത്ത് ആദി ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. മീഡിയക്കാർ വളയുന്നു. റിപ്പോർട്ടർ: മിസ്റ്റർ ആദിത്യൻ, കോടതി ജാമ്യം തന്നതുകൊണ്ട് നിങ്ങൾ നിരപരാധിയാകുമോ? റോയൽ ഗ്രൂപ്പിന്റെ ഓഹരികൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഇതൊരു കെണിയായിരുന്നു എന്നെനിക്കറിയാം. എന്നെ കുടുക്കാൻ ശ്രമിച്ചവരോട് ഒന്നേ പറയാനുള്ളൂ. റോഷൻ ടിവിയിൽ നോക്കി ദേഷ്യത്തോടെ. അവൻ പുറത്തിറങ്ങിയോ? ഡാമിറ്റ്. ആദി ടിവിയിലൂടെ റോഷനോട് സംസാരിക്കുന്ന പോലെ. നിങ്ങൾ വിചാരിച്ചത് ആദിത്യൻ വർമ്മ ജയിലിൽ കിടന്ന് തീരുമെന്നാണോ? ഇല്ല, ഞാൻ തിരിച്ചു വരികയാണ്. എന്റെ അമ്മയെ കൊന്നവരെയും ഇപ്പോൾ എന്നെ കുടുക്കാൻ ശ്രമിച്ചവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരും. കളി ഇനി എന്റെ നിയമപ്രകാരമായിരിക്കും. ആരാണ് ശത്രു? അത് 24 മണിക്കൂറിനുള്ളിൽ ഞാൻ വെളിപ്പെടുത്തും. ആദി കാറിൽ കയറുന്നു. മേനോൻ ഒപ്പമുണ്ട്. കാർ മുന്നോട്ടെടുക്കുന്നു. ആദി, നീ വെറുതെ എന്തിനാ 24 മണിക്കൂറെന്ന് പറഞ്ഞത്? നമുക്ക് ശത്രു ആരാണെന്ന് അറിയില്ലല്ലോ. ആ ഡയറിയിലെ പേര് മാഞ്ഞുപോയില്ലേ? പേര് മാഞ്ഞുപോയി മേനോൻ സാർ. പക്ഷേ കൈമൾ മരിക്കുന്നതിന് മുൻപ് എനിക്കൊരു ക്ലൂ തന്നിരുന്നു. എന്ത് ക്ലൂ? അതൊരു ഫോൺ നമ്പറാണ്. കൈമൾ തന്റെ രക്തം കൊണ്ട് തറയിൽ എഴുതാൻ ശ്രമിച്ച നമ്പർ. പോലീസ് അത് കാണുന്നതിന് മുൻപേ ഞാനത് മായ്ച്ചു കളഞ്ഞു. ആദി തന്റെ കയ്യിലെ രക്തക്കറ നോക്കുന്നു. ആ നമ്പർ, അത് റോഷന്റെ നമ്പറല്ല, നന്ദനയുടെ നമ്പരുമല്ല. ഇത് വേറെ ആരോ ആണ്. റോയൽ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന യഥാർത്ഥ കിങ് മേക്കർ. ആരുടെ നമ്പറാണ് ആദിക്ക് കിട്ടിയത്? ആരാണ് ആദിയും റോഷനും അറിയാത്ത ആ മൂന്നാമൻ? 24 മണിക്കൂറിനുള്ളിൽ ആദി ആ രഹസ്യം കണ്ടെത്തുമോ? ഒരു നേരത്തെ വിശപ്പടക്കാൻ ഓടി നടന്ന ഫുഡ് ഡെലിവറി ബോയ് ആദി. പ്രണയിച്ച പെണ്ണും അവളുടെ കാമുകനും ചേർന്ന് അവനെ ചവിട്ടി മെതിച്ചു. പണത്തിന്റെ പേരിൽ അപമാനിച്ചു. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. ഇന്നവൻ വെറും ആദിയല്ല, കോടികളുടെ ആസ്തിയുള്ള രാജശേഖര തമ്പുരാന്റെ കൊച്ചുമകൻ ആദിത്യൻ വർമ്മ. അവഗണിച്ചവർക്കു മുന്നിൽ അവൻ രാജാവായി തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷേ ആ കിരീടത്തിന് രക്തത്തിന്റെ മണമുണ്ട്. മുത്തശ്ശന്റെ മരണം സ്വാഭാവികമായിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു. ആരാണ് ആ ഘാതകൻ? അഡ്വക്കേറ്റ് മേനോനൊപ്പം ആദി ആ സത്യം തേടുകയാണ്. പ്രതികാരം, പ്രണയം, ട്വിസ്റ്റുകൾ, ഓരോ നിമിഷവും ഉദ്വേഗം. ആദി ജയിക്കുമോ അതോ ചതിക്കപ്പെടുമോ? മിസ് ചെയ്യരുത്. കേൾക്കൂ സീക്രട്ട് മില്യണെയർ. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യൂ. കഥ ഇവിടെ തുടങ്ങുന്നു. ആദി, നീ വെറുതെ എന്തിനാ 24 മണിക്കൂറെന്ന് പറഞ്ഞത്? നമുക്ക് ശത്രു ആരാണെന്ന് അറിയില്ലല്ലോ. ആ ഡയറിയിലെ പേര് മാഞ്ഞുപോയില്ലേ? പേര് മാഞ്ഞുപോയി മേനോൻ സാർ. പക്ഷേ കൈമൾ മരിക്കുന്നതിന് മുൻപ് എനിക്കൊരു ക്ലൂ തന്നിരുന്നു. എന്ത് ക്ലൂ? അതൊരു ഫോൺ നമ്പറാണ്. കൈമൾ തന്റെ രക്തം കൊണ്ട് തറയിൽ എഴുതാൻ ശ്രമിച്ച നമ്പർ. പോലീസ് അത് കാണുന്നതിന് മുൻപേ ഞാനത് മായ്ച്ചു കളഞ്ഞു. ആദി തന്റെ കയ്യിലെ രക്തക്കറ നോക്കുന്നു. ആ നമ്പർ, അത് റോഷന്റെ നമ്പറല്ല, നന്ദനയുടെ നമ്പരുമല്ല. ഇത് വേറെ ആരോ ആണ്. റോയൽ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന യഥാർത്ഥ കിങ് മേക്കർ. ആരുടെ നമ്പറാണ് ആദിക്ക് കിട്ടിയത്? ആരാണ് ആദിയും റോഷനും അറിയാത്ത ആ മൂന്നാമൻ? 24 മണിക്കൂറിനുള്ളിൽ ആദി ആ രഹസ്യം കണ്ടെത്തുമോ? കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ആദി ശത്രുവിന് 24 മണിക്കൂർ സമയം നൽകി. കൈമൾ മരിക്കുന്നതിനു മുൻപ് രക്തം കൊണ്ട് കുറിച്ചിട്ട ആ ഫോൺ നമ്പർ, അതായിരുന്നു ആദിയുടെ ഏക ക്ലൂ. അത് ആരുടെ നമ്പറാണ്? റോഷനെ നിയന്ത്രിക്കുന്ന ആ അദൃശ്യശക്തി ആരാണ്? സമയം ഓടിക്കൊണ്ടിരിക്കുന്നു. സർ, ഈ നമ്പർ ഒരു ഗോസ്റ്റ് നമ്പറാണ്. ഇത് ആരുടെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന്റെ സിഗ്നൽ ഇപ്പോൾ ആക്റ്റീവാണ്. ലൊക്കേഷൻ പറയൂ വിക്രം. കൊച്ചി പഴയ ഹാർബറിലെ ഒരു ഗോഡൌൺ ആണ് ലൊക്കേഷൻ. സർ, അവിടേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണ്. ഞാൻ പോലീസിനെ അറിയിക്കട്ടെ? വേണ്ട വിക്രം, പോലീസിനെ വിളിച്ചാൽ അവൻ രക്ഷപ്പെടും. ഇതെന്റെ മാത്രം യുദ്ധമാണ്. അവൻ അവിടെ എന്നെ കാത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അവനു വേണ്ടത് സീക്രട്ട് മില്യണെയറെ ആണെങ്കിൽ അവൻ കാണാൻ പോകുന്നത് വേറൊരു ആദിയെയാണ്. റോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശബ്ദം. ഫോൺ നിലത്തെറിഞ്ഞു പൊട്ടിക്കുന്നു. നന്ദന പേടിയോടെ. റോഷൻ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആദിക്ക് ആ നമ്പർ കിട്ടിയാൽ തന്നെ എന്തു ചെയ്യാനാണ്? റോഷൻ വിറച്ചുകൊണ്ട്. നിനക്കൊന്നും അറിയില്ല നന്ദന. ആ നമ്പർ,
അത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് നമ്പറാണ്. അത് ആദിക്ക് കിട്ടിയെന്നറിഞ്ഞാൽ ബോസ് ആദ്യം കൊല്ലുന്നത് ആദിയെയല്ല, എന്നെയായിരിക്കും. ആരാണീ ബോസ്? നീ ഇത്രയും കാലം പറഞ്ഞത് നീയാണ് എല്ലാം പ്ലാൻ ചെയ്തതെന്നാണല്ലോ. ഞാനോ? ഞാൻ വെറുമൊരു പാവയാണ് നന്ദന. റോയൽ ഗ്രൂപ്പിനെ തകർക്കാൻ കച്ചകിട്ടി ഇറങ്ങിയ ഒരു ചെകുത്താൻ വേറെയുണ്ട്. അവന്റെ പേര് അത് ബോസാണ്. കടലിന്റെ ഇരമ്പൽ. തുരുമ്പെടുത്ത ഷട്ടർ തുറക്കുന്ന ശബ്ദം. ആദി അകത്തേക്ക് നടക്കുന്നു. കാൽപ്പെരുമാറ്റം എക്കോ അടിക്കുന്നു. മറഞ്ഞിരിക്കാതെ പുറത്തുവാടാ. 24 മണിക്കൂർ കഴിയാൻ ഇനി 10 മിനിറ്റ് മാത്രം. നിശബ്ദത. പെട്ടെന്ന് ഗോഡൌണിന്റെ നടുവിൽ ഒരു കസേരയിൽ വെച്ചിരിക്കുന്ന ഫോൺ റിംഗ് ചെയ്യുന്നു. ആദി ആ ഫോണിനടുത്തേക്ക് നടന്നു. ചുറ്റും ആരുമില്ല. ആ ഫോൺ മാത്രമാണ് അവിടെയുള്ളത്. ആദി ഫോൺ എടുക്കുന്നു. ഹലോ. കനത്ത യാന്ത്രികമായ ശബ്ദം, വോയിസ് ചേഞ്ചർ ഉപയോഗിച്ച പോലെ. വെൽക്കം ആദിത്യൻ വർമ്മ, നീ കൃത്യസമയത്തെത്തി. ആരാടാ നീ? റോഷനെ കൊണ്ട് എന്റെ കുടുംബത്തെ തകർക്കാൻ നോക്കിയത് നീയാണോ? റോഷൻ വെറുമൊരു വിഡ്ഢിയാണ്. അവനെ ഞാൻ ഉപയോഗിച്ചു, അത്രമാത്രം. നിന്നെ അന്വേഷിക്കുന്നത് എന്നെയാണെങ്കിൽ നിനക്ക് തെറ്റി. നിന്റെ ശത്രു നിന്റെ മുന്നിലുണ്ട്. മുന്നിലോ? യെസ്. ആ ചുമരിലേക്ക് നോക്കൂ. ഒരു പ്രൊജക്ടർ ഓണാകുന്ന ശബ്ദം. വലിയ ചുമരിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു. വീഡിയോയിൽ ഒരു കാർ അപകടം, തീ കത്തുന്ന ദൃശ്യം. ആദി ഞെട്ടലോടെ, ഇതെന്റെ അച്ഛനും അമ്മയും മരിച്ച ആ കാർ അപകടമല്ലേ? അതെ ആദി, എല്ലാവരും കരുതിയത് ഇതൊരു അപകടമാണെന്നാണ്. പക്ഷേ നോക്കൂ, വീഡിയോ സൂം ചെയ്യുന്നു. കത്തുന്ന കാറിനരികിൽ ഒരാൾ നിൽക്കുന്നു. അയാൾ തിരിഞ്ഞു നോക്കുന്നു. ആദി അലറുന്നു. ഇല്ല, ഇത് കള്ളമാണ്. സത്യം എപ്പോഴും കൈപ്പേറിയതാണ് ആദി. ആ കാറിന് തീയിട്ടതാരാണെന്ന് കണ്ടില്ലേ? അത് മറ്റാരുമല്ല, നിന്റെ സ്വന്തം വല്യച്ഛൻ, രാജശേഖര തമ്പുരാന്റെ മകൻ. വലിയച്ഛനോ? അപ്പോ റോയൽ ഗ്രൂപ്പിലെ എന്റെ സ്വന്തം ചോരയാണോ എന്നെ വേട്ടയാടുന്നത്? അന്ന് നിന്റെ അച്ഛനെ കൊന്നു, ഇന്ന് നിന്നെയും കൊല്ലും. തിരിഞ്ഞു നോക്കടാ. ആദി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു. ഒരു ലേസർ ലൈറ്റ് ആദിയുടെ നെഞ്ചിൽ പതിക്കുന്നു. വെടിയൊച്ച. സ്ക്രീൻ ബ്ലാക്ക് ആകുന്നു. സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ശത്രു വരുന്നതെന്ന് ആദി തിരിച്ചറിഞ്ഞു. പക്ഷെ വൈകിപ്പോയോ? ആ വെടിയുണ്ട ആദിയുടെ നെഞ്ച് തുളയ്ക്കുമോ? അതോ അവിടെയും ഒരു അത്ഭുതം സംഭവിക്കുമോ? വെടിയുണ്ട കൊള്ളുന്ന ശബ്ദം. പക്ഷേ അത് ശരീരത്തിലല്ല, ആദി പിടിച്ചിരുന്ന ഫോണിലാണ് കൊള്ളുന്നത്. ഫോൺ പൊട്ടിത്തെറിക്കുന്നു. ആദി അലറുന്നു. വിക്രം, നൗ. ഗോഡൌണിന്റെ മേൽക്കൂരയിൽ നിന്ന് ഡ്രോണുകൾ പറന്നു വരുന്ന ശബ്ദം. പുകഗോളങ്ങൾ, സ്മോക്ക് ബോംബ്സ് പൊട്ടുന്നു. വില്ലന്റെ ഗുണ്ടകൾ ചുമയ്ക്കുന്നു. അവനെവിടെ? പുക കാരണം ഒന്നും കാണുന്നില്ല. സ്നൈപ്പർ വാക്കി ടോക്കിയിൽ. ടാർഗറ്റ് മിസ്സായി. അവൻ എങ്ങോട്ടോ മാറി. ആദി ഇരുട്ടിൽ നിന്ന് ചാടി വീഴുന്നു. ഗുണ്ടകളെ അടിച്ചിടുന്ന ശബ്ദങ്ങൾ. ആദി ഒരു ഗുണ്ടയുടെ കഴുത്തിന് പിടിച്ചുകൊണ്ട്, ചെന്ന് പറയടാ നിന്റെ മുതലാളിയോട്, പ്രതാപ് വർമ്മയോട്, അവനെ കൊല്ലാൻ ഈ ആദിത്യൻ വർമ്മ വരുന്നുണ്ടെന്ന്. ആദി ബൈക്കിൽ കയറുന്നു. ആക്സിലറേറ്റർ കൊടുക്കുന്നു. ബൈക്ക് ഗോഡൌണിന്റെ വാതിൽ തകർത്ത് പുറത്തേക്ക് പറക്കുന്നു. ശാന്തമായ ക്ലാസിക്കൽ സംഗീതം. എയർ കണ്ടീഷണറിന്റെ മൂളൽ. പ്രതാപ് വർമ്മ ഒരു കസേരയിലിരുന്ന് വൈൻ കുടിക്കുന്നു. മിസ്സായെന്നോ? ഒരുത്തനെ കൊള്ളാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ? റോഷൻ പേടിച്ചു വിറച്ചു നിൽക്കുന്നു. അങ്കിൾ, സോറി ബോസ്, ആദ്യം നമ്മൾ വിചാരിച്ച ആളല്ല. അവന് രക്ഷപ്പെടാൻ വഴികളുണ്ടായിരുന്നു. അവൻ അറിഞ്ഞു കഴിഞ്ഞു അന്ന് കാർ കത്തിച്ചത് അങ്കിളാണെന്ന്. അറിഞ്ഞോട്ടെ റോഷൻ, സത്യങ്ങൾ എന്നും മൂടിവെക്കാൻ പറ്റില്ലല്ലോ. രാജശേഖര തമ്പുരാന്റെ സ്വത്ത് മുഴുവൻ എനിക്ക് അവകാശപ്പെട്ടതായിരുന്നു. അത് തട്ടിയെടുക്കാൻ വന്ന എൻ്റെ അനിയനെയും അവൻ്റെ ഭാര്യയെയും ഞാൻ കൊന്നു. ഇപ്പോൾ അവരുടെ മകനെയും കൊല്ലും. പക്ഷേ ആദി ഇപ്പോൾ എവിടെയാണ്? അവൻ പേടിച്ചോടിയിട്ടുണ്ടാകും. ഇനി അവൻ ഇങ്ങോട്ട് വരാൻ ധൈര്യപ്പെടില്ല. വലിയ വീട്ടിലെ പൂജയുടെ ശബ്ദം, ചെണ്ടമേളം, ബന്ധുക്കളുടെ സംസാരം. പ്രതാപ് വർമ്മയും റോഷനും പൂജയിൽ പങ്കെടുക്കുന്നു. പ്രതാപ് വർമ്മ സാർ, ആരതി ഒഴിയാൻ സമയമായി. പ്രതാപ് വർമ്മ താലമെടുക്കുന്നു. പെട്ടെന്ന് മുറ്റത്തൊരു വലിയ ശബ്ദം. ഗേറ്റ് തുറക്കുന്ന ശബ്ദം. ആരാ അത്? സെക്യൂരിറ്റി തടഞ്ഞില്ലേ? ചെണ്ടമേളം നിലയ്ക്കുന്നു. മരണതുല്യമായ നിശബ്ദത. ചുവടുവെപ്പുകളുടെ ശബ്ദം. പൊടി പിടിച്ച വേഷം, മുഖത്ത് ചോരപ്പാടുകൾ, പക്ഷെ കണ്ണുകളിൽ തീക്ഷ്ണത.
ആദിത്യൻ വർമ്മ ആ വീടിന്റെ പടിവാതിൽ കടന്നുവരുന്നു. ആദി, നീ ഇവിടെ വരാൻ ധൈര്യപ്പെട്ടോ? ഇതെന്റെ വീടാണ്. തെറ്റ്. ഇതെന്റെ മുത്തശ്ശന്റെ വീടാണ്, രാജശേഖര തമ്പുരാന്റെ വീട്. ഇവിടെ കൊലപാതകർക്ക് സ്ഥാനമില്ല വലിയച്ഛ. ബന്ധുക്കൾ ഞെട്ടുന്നു. നീ എന്താ അസംബന്ധമാണ് പറയുന്നത്? ആദി കൈയുയർത്തുന്നു. അസംബന്ധമല്ല, നീതി. എന്റെ അച്ഛനെയും അമ്മയെയും കൊന്നത് നിങ്ങളാണെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിലിപ്പോൾ തെളിവില്ലായിരിക്കാം. ആ വീഡിയോ നിങ്ങൾ നശിപ്പിച്ചു കാണും. പക്ഷേ ആദി പ്രതാപ് വർമ്മയുടെ നേരെ നടക്കുന്നു. മുഖത്തോട് മുഖം നോക്കുന്നു. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ താങ്കളുടെ പതനം ആരംഭിച്ചിരിക്കുന്നു. റോയൽ ഗ്രൂപ്പിൽ നിന്നും, ഈ വീട്ടിൽ നിന്നും, ഈ ഭൂമിയിൽ നിന്നും താങ്കളെ ഞാൻ ഇല്ലാതാക്കും. ഇത് ആദിത്യൻ വർമ്മയുടെ ശപഥം. പ്രതാപ് വർമ്മ ദേഷ്യത്തിൽ ആദിയെ അടിക്കാൻ കൈയോങ്ങുന്നു. പെട്ടെന്നൊരു സ്ത്രീയുടെ ശബ്ദം. നിർത്തൂ പ്രതാപ്. എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു. വീൽചെയറിൽ വരുന്ന ഒരു വയസ്സായ സ്ത്രീ. ആദി അത്ഭുതത്തോടെ. മുത്തശ്ശി. വർഷങ്ങളായി തളർന്നു കിടക്കുകയായിരുന്നു മുത്തശ്ശി. ആദിയുടെ മുത്തശ്ശന്റെ ഭാര്യ. അവർ സംസാരിച്ചിരിക്കുന്നു വിറയ്ക്കുന്ന ശബ്ദത്തിൽ. ആദി പറഞ്ഞതാണ് സത്യം. ഞാൻ എല്ലാം കണ്ടതാണ്. അന്നെന്റെ മകനെ കൊന്നത് ഇവനാണ്, പ്രതാപ്. പ്രതാപ് വർമ്മ ഞെട്ടുന്നു. റോഷൻ ഭയപ്പെടുന്നു. ആദി മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടുന്നു. ഇത്രയും നാളും മിണ്ടാതിരുന്ന മുത്തശ്ശി ആദിയുടെ വരവോടെ മൗനം വെടിഞ്ഞിരിക്കുന്നു. വർമ്മ മാൻഷനിൽ ഇനി യുദ്ധം തുടങ്ങുകയായി. മുത്തശ്ശിയുടെ സാക്ഷിമൊഴി ആദിയെ രക്ഷിക്കുമോ, അതോ പ്രതാപ് വർമ്മ പുതിയ കളി തുടങ്ങുമോ? കാത്തിരിക്കൂ. സീക്രട്ട് മില്യനെയർ വോയിസ്ലി ഓഡിയോ പരമ്പര കേൾക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.